ഹായ് ഫ്രണ്ട്സ്, വെയിൽ ഭയങ്കരമായിട്ട് കൂടുതലായതുകൊണ്ട് ഭയങ്കര സൺലൈറ്റ് കൊണ്ട് ചെടികളുടെ ഇലകളൊക്കെ കരിയാണ്. അപ്പോൾ ഷെഡിനകത്തേക്ക് എളുപ്പത്തിന് വേഗം എടുത്തു വെച്ചുവെങ്കിലും അവിടെ എല്ലാം മണ്ണൊക്കെ ഒഴുകി ആകെ ചെളിയായി. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെടികളെല്ലാം ട്രേ വാങ്ങി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി ഒന്ന് ക്ലീൻ ചെയ്ത് ഉണങ്ങിയിട്ട് നമുക്ക് ട്രേ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പോട്ടിൻ്റെ അടിയിൽ വെക്കുന്ന കുറച്ച് ട്രേകൾ വാങ്ങിയിട്ടുണ്ട്. നമ്മളതെല്ലാം സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ കാണുന്ന ചെടികളെല്ലാം നമുക്ക് അതിലേക്ക് വെക്കണം. ഇതൊരു അംബ്രല്ല പ്ലാന്റാണ്. ഇതിന് അധികം വെള്ളം വേണ്ട. ഒരു മുകളിലത്തെ മണ്ണ് ഉണങ്ങുമ്പോൾ നനച്ചു കൊടുത്താൽ മതി. ഇത് ലെമൺ ബട്ടൺ ഫേണ്. അതിനും അതേപോലെ തന്നെ അധികം വെള്ളം വേണ്ട. ഇലയിൽ കുറച്ച് വെള്ളം ഇടയ്ക്ക് ഒന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല ബുഷിയായിട്ട് നിന്നോളും. ഇത് സെല്ലോ ഫിഡോഡെൻഡ്രോൺ ആണ്. ഇതൊന്ന് പ്രൂൺ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം വേരായി. ഇത് നമ്മുടെ പീസ് ലില്ലിയാണ്. വെള്ളം കുറച്ച് കുറഞ്ഞ കാരണം ഒരു വാട്ടം വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ അഗ്ലോണിമ ചെടിയാണ്. ഇതിൽ അത്യാവശ്യം കഷ്ണങ്ങളും പ്രൂൺ ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിൻ്റെ ഉണങ്ങിയ ലീഫെല്ലാം കട്ട് ചെയ്ത് ഒന്ന് കറക്റ്റ് ചെയ്ത് വയ്ക്കുകയാണ്. പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അങ്ങ് എടുത്ത് കളയുക, കട്ട് ചെയ്ത് കളയുക. പൂ വിരിഞ്ഞാൽ പിന്നെ അത് നിർത്തേണ്ട ആവശ്യമില്ല. ഇത് അഗ്ലോണിമയുടെ ഒരു സ്ട്രൈപ്പ്, ആ ഒരു ടൈപ്പ് പ്ലാന്റാണ്. ഇതെല്ലാം സൺബേൺ വന്നിട്ട് ആ ലീഫെല്ലാം കരിഞ്ഞു പോയിരിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ വെച്ചു. ഇത് നമ്മൾ നോർമലി കാണുന്ന CC പ്ലാന്റാണ്. ഇതിന് ഒത്തിരി തണ്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെക്കാൻ പോവുകയാണ്. ഇതും ഞാനിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് പ്രാവശ്യം വെള്ളത്തിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. നിറച്ച് ഇതളുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ്. ആക്ച്വലി ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് അഗ്ലോണിമയുടെ അടുത്തൊരു വെറൈറ്റിയാണ്. ഇതിന് അത്യാവശ്യം ലീഫെല്ലാം വാടി നിൽക്കുവാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ പൂക്കളൊക്കെ വന്നതെല്ലാം കട്ട് ചെയ്ത് മാറ്റുകയാണ്. നന്നായി ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണിത്. കുറേ നാളായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഇത്. പിന്നെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള ചെടികളെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.